ഒരു സമഗുണിത ശ്രേണിയുടെ അതായത് ജിയോമെട്രിക് സീക്വൻസിൻ്റെ 5-ാം പദവും 8-ാം പദവും യഥാക്രമം 27ഉം 729ഉം ആയാൽ 11-ാം പദം കാണുക. സമഗുണിത ശ്രേണി അഥവാ ജിയോമെട്രിക് സീരീസിൻ്റെ n-ാം പദം കാണുന്നതിനുള്ള സൂത്രവാക്യം. സമഗുണിത ശ്രേണി അഥവാ ജിയോമെട്രിക് സീക്വൻസിൻ്റെ nth ടേം കാണുന്നതിനുള്ള ഫോർമുല Tn സമം a ഇൻറ്റു ആർ ഘാതം n-1 എന്നാണ്. n-ാം പദം കാണുന്നതിനുള്ള ഫോർമുല a ഇൻറ്റു ആർ ഘാതം n-1. അപ്പോൾ ഇവിടെ 5-ാം പദം എന്ന് പറഞ്ഞാൽ T5 സമം a ഇൻറ്റു ആർ ഘാതം n വരുമ്പോൾ n-1 ഇട്ടു 5 വരുമ്പോൾ 5 - 1 4 എന്ന് വരും. 5-ാം പദം T5 സമം a ഇൻറ്റു ആർ ഘാതം 4 സമം 5-ാം പദം തന്നിട്ടുണ്ട്. 5-ാം പദവും 8-ാം പദവും 27ഉം 729ഉം. അപ്പോൾ 5-ാം പദം 27. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ 5-ാം പദം. ഇനി 8-ാം പദത്തിൻ്റെ എഴുതുക. T8 സമം a ഇൻറ്റു ആർ ഘാതം 7 a ഇൻറ്റു ആർ ഘാതം 7 സമം 8-ാം പദം തന്നിട്ടുണ്ട്. 8-ാം പദം എത്രയാണ്? 729. ഇനി നമ്മൾ ഈ സമവാക്യം a ഇൻറ്റു ആർ ഘാതം 7 സമം 729 ഇതിൻ്റെ ഇടതുവശം ഇതിടുക. ഇടതുവശം a ആർ ഘാതം 7 ബൈ ഈ സമവാക്യത്തിൻ്റെ ഇടതുവശത്തെ ഈ സമവാക്യത്തിൻ്റെ ഇടതുവശം കൊണ്ട് ഹരിക്കുക. a ആർ ഘാതം 4 സമം ഇടതുവശത്തെ ഇടതുവശം കൊണ്ട് ഹരിച്ചു സമം വലതുവശത്തെ വലതുവശം കൊണ്ട് ഹരിക്കുക. 729 ബൈ 27. ഇത് നമുക്ക് എയും വെട്ടിപ്പോയിട്ട് ആർ ഘാതം 7 ബൈ ആർ ഘാതം 4 a ഘാതം m ബൈ a ഘാതം n a ഘാതം m-n. അതുപോലെ ആർ ഘാതം 7 ബൈ ആർ ഘാതം 4 ആർ ഘാതം 7 4 കുറച്ച 3 ആർ ക്യൂബ് സമം ഇത് ഹരിക്കുമ്പോൾ 27 എന്ന് വരും. ആർ ക്യൂബ് സമം 27 ആയതുകൊണ്ട് ആർ എങ്ങനെ കാണുക? ക്യൂബ് റൂട്ട് ഓഫ് 27. 27ൻ്റെ ക്യൂബ് റൂട്ട് 3. നമുക്ക് ആർ കിട്ടി. ഇനി ഇതിലത്തെ ഏതെങ്കിലും ഒരു സമവാക്യം എടുത്ത് എഴുതുക. ഏതെങ്കിലും സമവാക്യം എടുത്ത് എഴുതുക. അപ്പം നമുക്കിത് എഴുതാം. a ആർ ഘാതം 4 സമം 7 a ആർ ഘാതം 4 സമം 27. ഇതിൽ a എന്നിട്ടു ഇൻറ്റു ആറിൻ്റെ വില പെടുന്ന വില കൊടുക്കുക. ആർ എത്രയാണ്? 3 അല്ലേ? 3 ഘാതം 4 സമം 27. a ഘാതം 3 ഘാതം 4 81 വരും സമം 27. a എങ്ങനെ കാണുക? 27 ബൈ 81. നമുക്ക് 27 കൊണ്ട് വിളിച്ചിടുമ്പോൾ 27 3 27 81. നമുക്ക് a കിട്ടി, ആർ കിട്ടി. എന്താ കാണേണ്ടത്? 11-ാം പദം. അതായത് T11 എങ്ങനെ എഴുതുക? a ആർ ഘാതം 10. a എത്രയാണ്? 1/3. 1/3 ഇൻറ്റു ആർ ഘാതം 10. ആർ എത്രയാണ്? 3 ഘാതം 10. അപ്പോൾ 1 ഇൻറ്റു 3 ഘാതം 10 3 ഘാതം 10 ബൈ 3 a ഘാതം m ബൈ a ഘാതം n a ഘാതം m-n 3 ഘാതം 10 ബൈ 3 ഘാതം 1 3 ഘാതം 10 നിന്ന് കുറച്ച 9. ഉത്തരം 3 ഘാതം 9.